ഗീതാഗോവിന്ദം സീരിയലിലെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു പറയാണ്, ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും, അവർ എല്ലാ വഴിയും അടക്കില്ലേ എന്ന്. ആ സമയം ഗോവിന്ദ് പറയാണ്, ഒന്ന് ആലോചിച്ചിട്ട് പറയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. ഇങ്ങനെ പറയുമ്പോൾ ഗീതു ദേഷ്യത്തോടെ പല്ല് കടിച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇങ്ങനെ ദേഷ്യത്തോടെ പല്ല് കടിച്ചിട്ട് കാര്യമില്ല, സ്നേഹത്തോടെ എന്തെങ്കിലും പെരുമാറിയാലേ എന്തെങ്കിലും വഴി തെളിയൂ എന്ന്. അപ്പോൾ ഗീതു പറയാണ്, സ്നേഹിക്കാൻ പറ്റിയ സമയവും പറ്റിയ മുതലും എന്ന്. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്, നീ മുതൽ എന്ന് ഉദ്ദേശിച്ചത് എന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താടി ഇപ്പോൾ കുഴപ്പം, നീ ആ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇത്രയും നല്ല മനുഷ്യനെ നീ കണ്ടിട്ടില്ലെന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗീതു പറയുന്നുണ്ട്, അതിലിപ്പോൾ ഞാൻ ഖേദിക്കുന്നു എന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ആ കള്ളം പറഞ്ഞു പോയതാണെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഗോവിന്ദന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദും പറയാണ്, എന്നാൽ ഞാനും നിന്നെക്കുറിച്ച് പറഞ്ഞത് മൊത്തം പച്ച നുണയാണെന്ന് ദേഷ്യത്തോടെ പറയാണ് കേട്ടോ. നീ ഒരു രാക്ഷസിയാണെന്ന് പറയാണ്. അപ്പോൾ ഗീതു പറയാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലൊരു രാക്ഷസൻ മുമ്പിൽ വന്ന് പെട്ടത്, രാക്ഷസൻ്റെ മുമ്പിൽ ഞാൻ വന്ന് പെട്ടതെന്ന് പറയാണ്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഗോവിന്ദന് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ചെന്ന് കയറി കൊടുക്ക്, രാധികമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവുമെന്ന് പറയാണ്. എന്നിട്ട് ഞാനും വരാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ രണ്ടാളെ രാധികാമ്മ കാണട്ടെ, എന്നിട്ട് എൻ്റെ കണ്ണാ നീയും ഇവളും ചേർന്ന് പ്രിയമോളെയും എന്നെയും ചതിച്ചു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ മാത്രം മതിയെന്ന് നമ്മൾ ഗീതു ഗോവിന്ദനോട് പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പേടിപ്പിക്കാതെടേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പേടിപ്പിക്കൊന്നുമല്ല, പോലീസ് വന്നാൽ നമ്മൾ റൂം മുഴുവനും പരിശോധിക്കും, നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും, അതിനു മുമ്പ് നമുക്ക് പിടികൊടുക്കാം എന്ന് പറയാണ് ഗീതു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, പോലീസൊന്നും പിടികൊടുക്കണ്ട, പോലീസൊന്നും വരാനൊന്നും പോകുന്നില്ല, ഇന്ദ്രൻ എല്ലാം നോക്കിക്കോളും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു ചോദിക്കുകയാണ്, ആരാണ്, ദേവേന്ദ്രനാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പൂടി അവിടുന്ന്, ആ മാനേജറില്ലേ അജാസിൻ്റെ ഫ്രണ്ട് ഇന്ദ്രൻ എന്ന് പറയുമ്പോഴാണ് ഗോവിന്ദന് അജാസിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. പറഞ്ഞതുപോലെ അജാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് പ്രിയോടെല്ലാം തുറന്നു പറയാം എന്ന് പറയുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് ആക്രാന്തം മൂത്തിട്ട് വന്നതാണെന്നേ കരുതൂ, നാണക്കേടാണെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇതിലും ഭേദം വിഷം കഴിച്ച് മരിക്കുന്നതാണെന്ന് പറയാണ് കേട്ടോ ഗീതു. ശേഷം നമ്മുടെ ഗോവിന്ദ് പറയാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്, ഇവിടുത്തെ ബിസിനസ്സുകാരും സംസാരിക്കാൻ ഇവിടെ അജാസ് വരും, അജാസ് വരുമ്പോൾ നമുക്ക് വല്ല മാർഗവും അന്വേഷിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗീതു ചോദിക്കുന്നുണ്ട്, അയ്യോ അപ്പോൾ കണ്ണേട്ടൻ്റെ ആക്രാന്തം അവർക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൊന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ എന്നെ മാത്രം ഒറ്റപ്പെടുത്തണ്ട, നമ്മൾ 2 പേരാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ മുൻപേ അജാസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു, വളരെ സന്തോഷം, വളരെ സമാധാനം, കണ്ണേട്ടൻ ഞാൻ വിചാരിച്ചതിലും വളരെ വളരെ നല്ല മനുഷ്യനാണെന്ന് ഗീത ഒന്ന് ആക്കി പറയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നുള്ളാണ് ചെയ്യുന്നത്. നമുക്കെന്തായാലും കാത്തിരിക്കുക, അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ, അവരുടെ മുന്നിൽ ചെന്ന് പെടുമോ എന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.